ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തോറ്റമ്പാട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. തോറ്റമ്പാട്ട് എന്ന് പറഞ്ഞാൽ ഭഗവതി പാട്ട്. അതായത് കൊടുങ്ങല്ലൂർ ദേവിയുടെ ചരിത്രം പാടിക്കൊണ്ടുള്ള തോറ്റമ്പാട്ട് മഹോത്സവം. ഇത് നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ്. ഇവിടെ എളങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കൂട്ടാലയിലാണ് ഈ തോറ്റമ്പാട്ട് നടക്കുന്നത്. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ലൈക്കും. ഇവിടെ പാട്ടിന് ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് ചൊവ്വാഴ്ച പാട്ടിന് ഇരുന്നു, വെള്ളിയാഴ്ചയാണ് കൂടിവയ്ക്കുന്നത്. ഇത്രയും ദിവസങ്ങളിൽ രാത്രിയും പകലും എല്ലാം പാടിക്കൊണ്ടേയിരിക്കും. നോൺ സ്റ്റോപ്പാണ്. അതായത് ഒന്ന് ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ചെറിയൊരു ബ്രേക്ക് എടുത്ത ശേഷം കണ്ടിന്യൂ പാടും. അടുത്തുള്ള ജനങ്ങളെല്ലാവരും തന്നെ ഇവിടെ വന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. രാത്രിയും വരാറുണ്ട്, പകലും വന്ന് ഇരിക്കും. ഞാൻ ഇവിടെ 4-ാം ദിവസമാണ് വന്നിരിക്കുന്നത്, കുടിവെക്കുന്ന ദിവസം. അതായത് പാട്ട് അവസാനിപ്പിക്കുന്നതിനെയാണ് കുടിവെക്കുക എന്ന് പറയുന്നത്. ഞാൻ ഈ തോറ്റമ്പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരു കിണറ്റിലിരിക്കും ദേവി, അതായത് ഇടുക്കാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ട് തോറ്റമ്പാട്ടിനെ കുറിച്ചൊക്കെ. ആ ലിങ്ക് ഞാൻ കൊടുക്കാം. ഈ തോറ്റമ്പാട്ട് മഹോത്സവം പാലക്കാട് ജില്ലയിൽ മാത്രമാണോ എന്നൊരു സംശയം എനിക്കറിയില്ല. അറിയുന്നവർ കമന്റ് ഇട്ടോളൂ കേട്ടോ. ഇവിടുത്തെ എല്ലാ വർഷവും കുംഭമാസം വരുന്ന തോറ്റമ്പാട്ട് വളരെ ഭംഗിയായിക്കൊണ്ട് നടക്കാൻ ഇവിടുത്തെ ഭാരവാഹികൾ, ഈ അമ്പലത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളിലെ കുറച്ച് പേരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി കുറച്ച് പേര് കൂടി ഉണ്ട്. ഇവരൊക്കെ രാപ്പകലില്ലാതെയുള്ള ശ്രമഫലമായാണ് വളരെ ഭംഗിയായി കൊണ്ടാടുന്നത്. അന്നദാനം മഹാദാനം അല്ലെ. പാട്ടിന് ഇരുന്ന ദിവസം മുതൽ കുടിവെക്കുന്ന ആ ദിവസം വരെയും എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും. നിറയെ പേര് ഭക്ഷണത്തിന് ഉണ്ടാവും. ഞാനും അവിടുന്ന് കഴിച്ചാണ് വന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. എല്ലാവരും തന്നെ, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ തോറ്റമ്പാട്ട് മഹോത്സവം എല്ലാ വർഷവും കുംഭമാസം വളരെ ഭംഗിയായി നടന്നു പോകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ദേവി കൊടുങ്ങല്ലൂരമ്മ, കൊടുങ്ങല്ലൂർ ദേവി ശരീരത്തിൽ കയറും. അവിടെ
പ്രധാനമായും പൂജിക്കുന്നത് പാട്ട് നടത്തുന്നത് വാളും ചിലമ്പിലാണ്. നേരത്തെ ഉടുക്കാവു ഭഗവതിയുടെ ക്ഷേത്രം ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ വാളും ചിലമ്പുമാണ് പ്രധാനം. അപ്പം ആ വാളും ചിലമ്പും അണിഞ്ഞ് ഇങ്ങനെ ദൈവം ശരീരത്തിൽ കയറി ദേവി ശരീരത്തിൽ കയറി ഉറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചൂടിക്കാനുണ്ടെങ്കിൽ ആളുകൾ വന്ന് ചൂടിച്ച് അതിന് കൽപ്പന കൊടുക്കും. അങ്ങനെ 2024 തോറ്റമ്പാട്ട് മഹോത്സവം കൂട്ടാളിയിൽ അവസാനിച്ചു. ലാസ്റ്റ് കോഴി അറുത്ത് പൂജയൊക്കെ ഉണ്ട്. അതെനിക്ക് എൻ്റെ ചാനലിൽ കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് അതിലേക്ക് കടന്നില്ല. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കല്ലേ, ലൈക്ക് ബട്ടണും മറക്കല്ലേ. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.